സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. ജൂലൈ 31-ന് അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. കേരള തീരത്തിന് സമീപം തുടർക്കഥയാകുന്ന കപ്പൽ അപകടങ്ങളിലെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിവരങ്ങളുമായി നമ്മോടൊപ്പം ഷമീർ അബ്ദുൾ ചേർന്നുണ്ട്. ഷമീർ, ഈ ട്രോളിംഗ് നിരോധനം ഇന്നു മുതൽ 52 ദിവസത്തേക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച വലിയൊരു സന്തോഷ വാർത്തയാണ്. എന്നിരുന്നാലും ഈ തുടർച്ചയായ കപ്പൽ അപകടങ്ങളും മത്സ്യലഭ്യതക്കുറവും ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അഞ്ജലി, പുലർച്ചെ 12 മണിയോടുകൂടി നീണ്ടകര പാലത്തിന് താഴ്വശം ചങ്ങല ബന്ധിക്കുന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരിക. പക്ഷേ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനത്തിൽ വലിയ ആവശ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കപ്പലപകടവും അതുപോലെ പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തന്നെ അവരുടെ തൊഴിൽ ദിനങ്ങളെ കവർന്നെടുത്തിട്ടുണ്ട്. കപ്പലപകടം എൽസ 3യുടെ അപകടമുണ്ടായപ്പോൾ തന്നെ കടലിൽ പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കാലാവസ്ഥ വലിയ രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് ഇത്തവണത്തെ 52 ദിവസത്തെ ഈ നിരോധന കാലയളവിൽ ഒരാഴ്ചത്തെ 10 ദിവസത്തെയെങ്കിലും ഇളവ് അവസാന ഘട്ടത്തിൽ നൽകണമെന്നാണ് ഈ ബോട്ടുടമകളുടെ ഒരാവശ്യം. പക്ഷേ അത് സർക്കാർ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് സമാശ്വാസം നൽകുന്നുണ്ട്. ഈ കാലയളവിൽ 1000 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയും റേഷൻ സാധനങ്ങളും നൽകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന ഹാർബറുകൾ സജീവമാകും എന്നുള്ളതാണ്. പക്ഷേ കപ്പലപകടത്തിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ മീൻ വിൽപ്പന നേരിയ തോതിൽ ഇടിയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കൊല്ലത്തെ വാടി, മൂതാക്കര, അതുപോലെ പോട്ടുകൊല്ലം തുടങ്ങിയ ഹാർബറുകളിലേക്കൊക്കെ തന്നെ ഈ കൂടുതലായി മത്സ്യം എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. അത് മത്സ്യം കഴിക്കരുത് എന്ന് ചിലയിടങ്ങളിൽ നിന്നുള്ള പ്രചരണം ഉണ്ടായ സാഹചര്യത്തിൽ വലിയ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ഇൻബോർഡ് വള്ളങ്ങൾ ഇത്തരത്തിലുള്ള ഹാർബറിലേക്ക് എത്താത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതും ഈ മേഖലയെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മത്സ്യം കഴിക്കാമെന്ന മത്സ്യത്തൊഴിലാളികളും അതുപോലെ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒക്കെ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ വിവിധയിടങ്ങളിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും നിരോധന കാലയളവിൽ ഈ യാനങ്ങൾക്ക് യാനങ്ങളുടെ നവീകരണത്തിന് പലിശരഹിത വായ്പ ഉൾപ്പെടെ നൽകണമെന്നുള്ളൊരു ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഴീക്കരി നടക്കമുള്ള ബോട്ടുകൾക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചൊരു സാഹചര്യം, അതായത് കപ്പൽ മുങ്ങിയ ഭാഗത്ത് എൽസ 3 മുങ്ങിയ ഭാഗത്തുകൂടി മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾക്ക് ഏതാണ്ട് 15-ലധികം ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ നഷ്ടപരിഹാരവും മത്സ്യത്തൊഴിലാളികൾ ഈ നിരോധന കാലയളവിൽ ആവശ്യപ്പെടുന്നുണ്ട്. അഞ്ജലി. ശരി ഷമീർ, സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ജൂലൈ 31-ന് അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്.